മോർണിംഗ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാമെന്ന്. ഞാനിന്ന് കോളേജിൽ പോയില്ല, അപ്പം അതുകൊണ്ട് തന്നെ ടൈമുണ്ട് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ. സോ ഗൈസ്, ദേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ പുഴുങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന്, മുളക് അപ്പം വെള്ളക്കാന്താരി ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായ ചെറിയ കാന്താരി ഉണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ വിനാഗിരി ഒഴിക്കുകയാണ്. പുളി ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കാവേ. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ മാത്രമല്ല കഴിക്കും, ഇപ്പം വിരലിട്ടാക്കാം, കുഴപ്പമില്ല. എൻ്റെ അമ്മച്ചിയെ എരിയുന്നല്ലോടാ മക്കളെ. നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ നമുക്കിനി കപ്പ നോക്കി കഴിക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ കാന്താരി ചമ്മന്തിയും നല്ല വെന്തടഞ്ഞ കപ്പയും. എനിക്ക് വെന്തടഞ്ഞ കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ പീസ് എടുക്കുവേ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്കൂളിൽ പോകാനായിട്ട് വെറുതെ ഈ ചമ്മന്തിയിലോട്ട് ഇങ്ങനെ നോക്കുവേ. എൻ്റെ മോളോ ഉണ്ടല്ലോ. സൂപ്പർ. ആഹാ, ഇനി പറയും ഞാൻ ഇപ്പം ചുമന്ന് വരുന്നത് കാണാം. നിങ്ങൾക്ക് സൈക്കിൾ വരും, സ്വാഭാവികമായിട്ടും വരും. എനിക്ക് ചുമ്മാതല്ല, നിങ്ങളത് ട്രൈ ചെയ്ത് പോകണം. നല്ല ഇതുകൊണ്ട് ഞാൻ വെറുതെ എക്സ്പ്രഷൻ എടുത്തതല്ല, നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. വെന്തളഞ്ഞ കപ്പയുണ്ട്, നോർമൽ കപ്പയുണ്ടേ. ഉണ്ട്, വറക്കാൻ തുടങ്ങി തന്നെ. അപ്പം ഞാനെല്ലാം കഴിച്ചിട്ട് റെഡി ആവുന്നതിൻ്റെ വീഡിയോ എടുക്കാവേ. ഓക്കെ, ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ ആട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ കൂടെ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് ഇട്ട് നോക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവസാനം മറ്റേ നമ്മുടെ ദിലീപിൻ്റെ സിനിമയ്ക്കകത്തെ പോലെ, ഏതാ പറക്കും തളികയിലത്തെ പോലെ, ഈ മറ്റേ കല്യാണ ചെറുക്കനെ പോലെ ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് ഒത്തിരി ആയിട്ടില്ല, ഒരു ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ദൈവമേ ഒന്നും പറ്റരുതേ. ഇതൊരു ട്രൈ ചെയ്യാത്തൊരു കോംബോ ആട്ടോ. ഞാൻ നോർമലി അങ്ങനെ സൺസ്ക്രീൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴേക്കും ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് നോക്കാം. 1 2 ഇടാല്ലേ. കൂടിയാലും പ്രശ്നമോ, പെയിൻ്റ് അടിച്ച പോലെ ഇരുന്നാലും പ്രശ്നമോ. അല്ലേ ദൈവമേ, ദൈവമേ, ദൈവമേ. എന്തേലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കണ്ണാടിയും കൂടെ നോക്കട്ടോ. കുഴപ്പമില്ല. ഫ്ലഷാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അയ്യോ, തിരിയുന്നു. കൂടിപ്പോയോ എന്നൊക്കെ സംശയം.
നിങ്ങൾക്കറിയാലോ, എനിക്കിതൊന്നും നേരത്തെയുള്ള പരിചയമൊന്നുമില്ല. ഇടണമെന്നും പഠിക്കണമെന്നും നല്ല ആഗ്രഹമുണ്ട്. സോ ഞാൻ എൻ്റെ ഓട്ടിനെ ഇട്ട് പഠിക്കുന്നു. ഓക്കെ, അടിച്ചിട്ടില്ലേ? കണ്ണ് നമുക്ക് ലാസ്റ്റ് ഇടാവേ. ഞാൻ സാറിന് കണ്ണ് എഴുതിയിട്ടാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ്. ഇവിടെ നമ്മുടെ പേഴ്സിൻ്റെ ലിപ് ടിൻ്റാണ് എടുക്കുന്നത്. ഇത് കൊടുക്കണം. ഞാൻ എഴുതിയിട്ടൊന്നും കാണിക്കട്ടെ, അതായത് പറഞ്ഞത്. സോ വേസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ലിപ്സിൻ്റെ ഇവിടെ. ലൈനറും കൊണ്ടൊന്ന് അരച്ചു വിടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി സമയത്തും കാലത്ത് നമുക്ക് ബസ് കിട്ടിയാൽ മതി. ഗൈസ്, നമ്മൾ ചോറുണ്ണാൻ വേണ്ടി കടയിൽ വന്നപ്പോൾ ചോറില്ല. നമ്മൾ അടുത്ത കടയിൽ വന്നിട്ടുണ്ട്. അവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു മന്തി ഷോപ്പുണ്ട്. അവിടെ നമ്മൾ ഹാഫ് കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. കുഴിമന്തിയും പിന്നെ ഒരു പൈനാപ്പിൾ ലൈമും പിന്നെ എന്നായിരുന്നു ഒരു ജിഞ്ചർ ലൈം ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നു കഴിയുമ്പം കാണിച്ചു തരാമായിട്ട് പോകും. അങ്ങനെ ഫൈനലി നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. കാണിച്ചു തരാതെ. ഇത് പൈനാപ്പിൾ ലൈം ആയിരുന്നു, ജിഞ്ചർ ലൈം മാത്രം. എനിക്ക് കുഴിമന്തിയിലെ ചിക്കൻ അതിൽ ഈ തൊലി ഭയങ്കര ഇഷ്ടമാണ്. ഒരക്ഷയ സെൻറ്റേഴ്സിന് പോലും ഞാൻ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. ടോക്കൺ എടുത്ത് കയറേണ്ട അവസ്ഥയാണ്. ഗൈസ്, ഞങ്ങൾ അക്ഷയയിലോട്ട് പോകട്ടോ. നോക്കിയാമോട്ടോ. ഗൈസ്, അങ്ങനെ 2-3 ബസ്സൊക്കെ മാറി ഇറങ്ങി ഞങ്ങൾ ഊരുതണ്ടലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അല്ലേ മോട്ടു? അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അക്ഷയ കേന്ദ്രത്തിലുള്ള പോക്കും സ്കൂളിലുള്ള നടപ്പും ഡോക്യുമെൻ്റ് കൊടുപ്പും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഓക്കെ, ദൈവമേ, എൻ്റെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നടത്തിയപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഫാൻസി ഐറ്റംസ് വാങ്ങുന്നത് വളരെ കൂടുതലാണ്. ഇതൊരു കമ്മൽ സെറ്റാട്ടോ, 3 ഉണ്ട്. വേറെ വാങ്ങിച്ചെല്ലാം കാണിച്ചതാവേ. ഇതിപ്പം എൻ്റെ കൈക്ക് സെറ്റാകാൻ പറ്റില്ല. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ തൂക്കം വരുന്ന വള. എനിക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ എനിക്ക് ഇച്ചിരി വണ്ണം ഉള്ളത് കൊണ്ട് കൈക്ക് കിട്ടാറില്ല. ഇത് ഇച്ചിരി ടൈറ്റാണ്, പക്ഷെ അവിടെ ഇട്ടപ്പോൾ കുഴപ്പമില്ല. അയ്യോ, അവിടെ ചിട്ടപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കയറാത്തപ്പം നേരത്തെ ഇട്ടപ്പോൾ കയറിയതാ. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഇതിന് കുട്ടിയോട് കൊടുക്കേണ്ട വരും തോന്നുന്നു.
അവ ഇപ്പം കൊണ്ടുപോകാതിരിക്കും. നമുക്ക് മറ്റേ സെറ്റ് എടുത്തിട്ടോ കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു? ഇച്ചിരി വലുപ്പമുള്ളതാണ്. എൻ്റെ തെറ്റ, ഞാൻ അവിടെ സെറ്റ് കൊടുക്കണമായിരുന്നു. ഇതൊരു കുടിക്കും കൂടെ വലുതാക്കും. അപ്പോൾ കുടിക്കുന്ന തന്നെ കൊടുക്കാം. ചതിച്ചല്ലോ ഭഗവാനെ. അപ്പോൾ കുട്ടികൾ കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ മോനെ കൊണ്ട് മാറി മാറ്റിയിട്ട് വരും. ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സുകളൊന്നും മനസ്സിലാവത്തില്ല നമുക്ക്. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാരിയോ പട്ടുപാവാടിയോ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ചേർച്ചയായിരിക്കും. സോ ഇതാട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നൈറ്റ് കെയർ റൊട്ടീൻ കാണിച്ചു തരാം കേട്ടോ. ആസ് യൂഷ്വൽ റോസ് വാട്ടർ, എൻ്റെ മോയ്സ്ചറൈസർ ക്രീം. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയാലോ, പോൺസ്. ഞാൻ പോൺസ് ആട്ടോ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഞാനിത് തന്നെ യൂസ് ചെയ്യുന്നു. പൊട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയ ലിപ് ബാം ആട്ടോ ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നു, അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഞാൻ ഫസ്റ്റ് ഇട്ട എൻ്റെ ഷോർട്സിലെ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഫേസ് എത്രമാത്രം ഡള്ളായിരുന്നു. അതിൽ നിന്നാട്ടോ ഇപ്പം ഇത്രയും ഗ്ലോയും കാര്യങ്ങളൊക്കെ വന്നത്. സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി ഫേസ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് ഉണങ്ങട്ടെ കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റഡ്. 3 മസ്റ്റാണ്. നമുക്ക് എല്ലാം കഴിച്ചാൽ പോകാം. ഓക്കെ. സോ ഗൈസ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് അതിപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല, എക്സ്ക്ലൂസീവ് ആക്കുന്നില്ല. അത് പിന്നീട് വരും ദിവസങ്ങളിൽ ഇനി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ നാളത്തേക്കുള്ള അരി ചോറിനുള്ള അരി നമ്മളിപ്പോൾ കഴുകിയെടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി രാവിലത്തേക്ക് സെറ്റ് ചെയ്തേ ഉള്ളൂ. കോളേജിൽ പോകുന്ന ദിവസങ്ങളിൽ കുറച്ച് എക്സ്ട്രാ പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ ഫുഡും കൂടെ കഴിച്ചാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരും. സോ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ. സോ നമുക്ക് രാത്രിയിലത്തേക്ക് ഞാൻ ലൈറ്റായിട്ട് ഫുഡ് എടുത്തുള്ളൂ, ഓവറാക്കിയിട്ടില്ല. മന്തിയെല്ലാം കഴിച്ച് വയർ ഫുള്ളാണ്. രാത്രി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് കിടക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് എരിഞ്ഞ് കയറും. സോ 2 ബ്രെഡുണ്ട്, ശകലം മീൻചാറുണ്ട്, പിന്നെ ഒരു 2-3 ദിവസം ചിക്കൻ ഫ്രൈയും ഉണ്ട്. സോ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഫുഡ്. സോ ഗൈസ്, എനിക്ക് കിടക്കേണ്ട ടൈം ആയിട്ടുണ്ട്. 10 മണി ആയിട്ടുണ്ട്. ഞാൻ രാത്രി ഒരു സമയമാകുമ്പോൾ കിടക്കും. നമ്മുടെ മോർണിംഗ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കട്ടിൽ വെച്ചാണ്. നമ്മുടെ നൈറ്റ് ഡേ ഇൻ മൈ ലൈഫ് എൻഡ് ചെയ്യുന്നതും ഈ ഒരു കട്ടിൽ വെച്ചാണ്. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് ഇനി കുറച്ചും കൂടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കോളേജിൽ പോകുന്ന എല്ലാം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.